ഹലോ ഗീസ്, എല്ലാവർക്കും എൻ്റെ ബലിപ്പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മൾ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രാമയ്ക്കൽമേട്, പരുന്തുംപാറ എന്നുള്ളൊരു സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചിൽ മൂഡായിട്ട് കറങ്ങാൻ പോകാൻ നമ്മൾ നിൽക്കുവാണ്. ഞാൻ, അപ്പ, ഉമ്മി, ഞങ്ങളുടെ ഫാമിലി, പിന്നെ അപ്പാടെ ഫ്രണ്ടായിട്ടുള്ള അവരുടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറങ്ങാൻ പോകണം. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ചെൽസി ബൂട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. കഴിഞ്ഞ കൊച്ചു പെരുന്നാളിന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനിയും അവിടെ തണുപ്പുണ്ടോ ഇല്ലയോ, പോകുന്ന വിവരങ്ങളും പോകുന്ന കാഴ്ചകളും നേരെ. അപ്പോൾ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പ ഡ്രൈവിങ്ങിലാണ്, ഉമ്മി പുറകിൽ കൊണ്ടുപോവാണ്. ഇനി നമുക്ക് ഒരു ഫാമിലിയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഇനി പോകുന്ന കാഴ്ചകൾ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഫാമിലിയെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഫാമിലിയും കൂടെ വരാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. ഇനിയും പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴച്ചാറ്റലുണ്ടായിരുന്നു. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഹൈ റേഞ്ച് ആ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ദൂരത്ത് കാണുന്ന മലകളൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെയാണ് പോവേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം മുറിഞ്ഞപുരയിലോട്ട് വന്നിട്ടുണ്ട്. ഈ മലയുടെ മേളിൽ ഫുള്ള് ഫോഗാണ്. ഇവിടെ ചെറിയ ചാറ്റമരയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കുട്ടിക്കാനത്തോട്ട് പോവാണ്. പോകുന്ന വരിയിലാണ് നല്ല ഫോഗുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ്. ഇനി ഉച്ചയായി. അപ്പോൾ ഇനി കുട്ടിക്കാനത്ത് ചെന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നതൊക്കെ. ഇപ്പോൾ ഗൈസ്, കുട്ടിക്കാനം എത്താൻ വേണ്ടി 1 കിലോമീറ്റർ ഉള്ളു. അതിന് മുന്നുള്ള ഫോഗാണ്. റോഡ് നിറച്ച് ഫോഗാണ്. നല്ല തണുപ്പുമുണ്ട്. ഇപ്പോൾ ഗൈസ്, ഞങ്ങൾ കുട്ടിക്കാനം ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ടൗണിലെ അവസ്ഥയാണ്, നിറച്ച് ഫോഗാണ്. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് ക്ലിയർ ആയിട്ടെല്ലാം കാണിച്ചു തരാം. ഗൈസ്, കുട്ടിക്കാനം നട്ടുച്ച 1 മണിക്കത്തെ അവസ്ഥയാണിത്. നിറച്ച് ഫോഗ് കൊണ്ട് മൂടിയേക്കുവാണ്. നമുക്കിവിടെ നിന്നാൽ തൊട്ടടുത്തേക്ക് നാളെ അറിയത്തില്ല, അതുപോലെ തണുപ്പ് കൊണ്ട് മൂടിയേക്കുവാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ സമയത്ത് ഇവിടെ ഒന്ന് വന്ന് കാണേണ്ടതാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ചെറു ചാറ്റൽ മഴയുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞങ്ങൾ ഇത്രയും ഫാമിലിയോടെയാണ് വന്നത്. 3-4 ഫാമിലിയോളം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകാൻ പോവാണ്. ഇപ്പം കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ ബാൽക്കണി വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. അവിടെ ഒരു വലിയ കിണറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ നല്ല രസമാണ്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ നല്ല ഫോഗും തണുത്ത കാറ്റും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ ഷവായി മന്തി ആയിരുന്നു പറയുന്നത്. ഇപ്പം ഷവായി മന്തിയും കൂട്ടി നല്ലൊരു പിടി പിടിക്കുകയാണ്. കഴിച്ചിട്ട് കോടയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടു. ഗെയ്സ്, നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് എല്ലാ പ്ലാനും മാറ്റി. ഇപ്പോൾ രാമയ്ക്കൽമേട് പോകാനാണ്. ഇപ്പോൾ 1 മണിയായി. അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല സമയം. അത് കാരണം ഇപ്പോൾ കമ്പന്തേനി പോയി മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ ഇനിയും തിരിച്ച് രാത്രി പരുന്തുംപാറയിലും കൂടെ കയറിയിട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. ഇപ്പോൾ പോകുന്ന വരിയിലാണെങ്കിൽ തേയിലത്തോട്ടമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല അതിനുപരി നല്ല ഫോഗും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോഗൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ AVTയുടെ തേയിലത്തോട്ടം ഉണ്ട്. അതിങ്ങനെ തട്ടുകെട്ടായിട്ട് നിൽക്കുന്നതാണ്. നല്ല രസമാണ്. നിങ്ങൾ തന്നെ കാണും. ഗെയ്സ്, ഇവിടെയൊക്കെ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. നമുക്കിപ്പോൾ സമയമില്ലാത്തതാണ് നമ്മളിപ്പോൾ വിട്ടു പോകുന്നത്. ഇല്ല, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോകത്തുള്ളായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഉപ്പിലിട്ട മാങ്ങയിട്ട് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് മേടിച്ച് കഴിക്കുവാണ്. ഗെയ്സ്, ഇപ്പോൾ നമ്മൾ കുമളിയിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ. ഇപ്പോൾ നമ്മൾ 2 ചിപ്സ് മേടിക്കാൻ നിർത്തിയതാണ്. ഇപ്പോൾ നമ്മൾ ബോർഡറൊക്കെ കടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുമളി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുരം ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നല്ല രസമാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചുരം ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ട്.
വരിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ഭാഗം ഫുള്ള് കാണാം. ഈ സമയത്ത് പോകുന്നതിനെക്കാട്ടി നല്ലത് രാത്രി പോകുമ്പോഴാണ് ഇവിടെ ഒന്നുകൂടെ കാണാൻ രസം. ഇഷ്ടം പോലെ വണ്ടി വെളിച്ചങ്ങളും ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുന്ന 4 പൈപ്പുകളാണ്. എന്തൊരു വലുതാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ വരി ഒരു 30-50 കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് കാരണം ഇതുവരെ പോകാൻ നല്ല രസമാണ്. കൂടെ പോകുമ്പോൾ പിന്നെ ഇഷ്ടം പോലെ മലകൾ കാണാം. ആ മലകളിലൊക്കെയാണ് ഇഷ്ടം പോലെ ഇങ്ങനെ ഫോഗ് തിങ്ങി നിൽക്കുകയാണ്. അത് കാണുമ്പോഴേ അറിയാം. ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു രസമല്ലേ. ഈ മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് എൻ്റെ ചെൽസി ബൂട്ട് ഞാൻ മാറിയായിരുന്നു. ഞാൻ വീട്ടിൽ വെച്ച് വേറെ ചെരുപ്പ് എടുത്തോണ്ടാണ് വന്നത്. ഒരു സൈഡിൽ മാത്രമല്ല, 2 സൈഡുകളിലും ഇങ്ങനെ മലനിരകളാണ്. ഇപ്പം നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വാതിൽക്കുള്ള ഒരു സെറ്റപ്പാണ് ഒട്ടക സഫാരിയൊക്കെ. ഈ ഒട്ടകത്തിനെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. പിന്നെ അവിടെ കുതിര സഫാരി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒട്ടകത്തിൻ്റെ മേളിൽ കയറാതെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇപ്പോൾ കുതിര സഫാരിക്കാണ് കയറിയത്. നല്ല രസമാണ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കുടുകൂടാന്ന് പോകാൻ. പിന്നെ ഒരാൾക്ക് 120 രൂപയാണ് കുതിര സഫാരി. ഒട്ടക സഫാരി ഒരാൾക്ക് 200 രൂപയും കൂടെ ആണ്. അതെല്ലാം കഴിഞ്ഞിപ്പോൾ നമ്മൾ മെയിനായിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട്. വിഷമൊന്നും അടിക്കാത്ത നല്ല ക്ലീൻ മുന്തിരിയാണ്. പിന്നെ അവിടുന്ന് പറിക്കാൻ പറ്റത്തില്ല, അവർ വഴക്ക് പറയും. അത് കാരണം ഇപ്പോൾ ഇങ്ങനെ മുന്തിരിയൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള മുന്തിരിച്ചായ എന്ന് പറയുന്ന ഒരു ചായ മേടിച്ചതാണ്. കാശിന് കൊള്ളത്തില്ല. ആരെങ്കിലും വരുവാണ് ഒരിക്കലും മേടിച്ചു കുടിക്കാൻ പാടില്ല. ഇവിടെ തന്നെയുള്ള ആ സ്ലൈഡ് ചെയ്യുന്ന സാധനത്തിലൊക്കെ ഒന്ന് കയറി സ്ലൈഡ് ചെയ്യുവാണ്. കുറേ നാളായി അതിലൊക്കെ ഒന്ന് കയറിയിട്ട്. അവിടെ നല്ല ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കടയിൽ വന്നിട്ട് ഒരു ബനിയനും 2 നിക്കറും എടുക്കുവാണ്. ഏതെടുത്താലും 100 രൂപ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് എടുത്തത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള തുണികളുമായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വരിയിൽ നല്ല പഴുത്തമാങ്ങ ഇട്ട് വിൽക്കുന്ന കണ്ടപ്പോൾ അത് മേടിക്കാൻ ഇറങ്ങിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കഴിക്കും ഇപ്പം മേടിച്ച് കുടിക്കുകയാണ്. കഴിക്കിനാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. ഇപ്പം കാറിൽ കയറി ചക്കയപ്പേരിയും നിന്നുകൊണ്ട് ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പം നമ്മൾ കുമളി ചുരം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയായിരുന്നു. ഇത് നേരത്തെ കണ്ട പൈപ്പാണ്. ഇതിൻ്റെ ഒരു ക്ലിയർ വ്യൂ ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ തമിഴ്നാടിനോട് ടാറ്റാ ബൈ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുമളി എത്തിയിട്ട് നേരത്തെ ചിപ്സ് മേടിച്ച കടയുടെ വാതിൽക്ക് 5 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി കിടക്കുവാണ്. അപ്പോഴത്തേക്ക് ഏകദേശം 7 മണിയൊക്കെ ആയായിരുന്നു. ഇപ്പോൾ കേസ് നമ്മൾ പരുന്തുംപാറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വരിയിലത്തെ കോടമഞ്ഞാണ്. രാവിലെ വന്നേക്കാട്ടി കൂടുതൽ കോടമഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കോടമഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ചാറ്റൽ മഴയും കൂടെ വന്നിട്ടുണ്ട്. കേസ് നമ്മളിപ്പോൾ കറക്റ്റ് പരുന്തുംപാറ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഭയങ്കര കോടമഞ്ഞെന്ന് പറയുന്നത് നമുക്ക് അടുത്ത് നിൽക്കുന്ന വണ്ടിയൊന്നും കാണാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഇപ്പം ഞങ്ങൾ 3 വണ്ടിയിലാണ് വന്നത്. 3 വണ്ടി ഇപ്പോൾ ഹസാർഡൊക്കെ ഇട്ട് പെതുക്കെയാണ് പോകുന്നത്. അതുപോലെ കോടമഞ്ഞാണ്. നിങ്ങൾക്ക് ഒരവസരം കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സമയത്തൊക്കെ ഇതുവരെ വരണം. ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ളതല്ലേ. ജീവിതത്തിൽ വല്ലപ്പോഴും അല്ലേ ഇമാതിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ സമയത്ത് ഇതുവരെയൊക്കെ വരേണ്ടതാണ്. പിന്നെ ഫോഗ് ലാമ്പുള്ള വണ്ടികൾക്കൊന്നും വലിയ പ്രശ്നം കാണത്തില്ല. നമ്മുടെ വണ്ടിക്ക് ഫോഗ് ലാമ്പൊന്നും ഇല്ലാത്തതാണ് ഇത്ര പ്രശ്നം. മാത്രമല്ല നമ്മളിപ്പം റോഡിൽ ഒട്ടിച്ചിരിക്കുന്ന റിഫ്ലക്ടറൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്താണ് പോകുന്നത് തന്നെ. ഗെയ്സ് കുറച്ചുകൂടെ പോയപ്പോൾ നന്നായിട്ട് ഫോഗ് വരാൻ തുടങ്ങി. പിന്നെ ഒന്നും കാണാൻ പറ്റാതായി. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കേണ്ടതന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മൂഡിൽ ഇങ്ങനെ വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹസാർഡൊക്കെ ഇട്ട് പെതുക്കെയാണ് പോകുന്നത്. ഗെയ്സ് നമ്മൾ പോകുന്തോറും ഫോഗ് കൂടിക്കൂടി വന്ന് ലാസ്റ്റ് കണ്ണ് കാണാതായിട്ട് ഒരു സൈഡിൽ ഇപ്പോൾ ഒതുക്കിയിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ കറക്റ്റായിട്ട് ഫോഗ് കാണിച്ചുതരാം. ഈ വണ്ടിയുടെ ലൈറ്റിലോട്ട് അടിക്കുമ്പോൾ കണ്ടോ ഫോഗ് ഇങ്ങനെ പോകുന്നത്. മാത്രമല്ല ഭയങ്കര തണുപ്പാണ് ഗെയ്സ്. നല്ല രസമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും വരേണ്ടതാണ് ഈ സമയത്ത് ഈ പരുന്തുംപാറയിൽ. ചെറുതായിട്ടൊന്ന് ഫോഗ് മാറിയപ്പോഴത്തേക്ക് നമ്മൾ ആ കടകളൊക്കെ ഉള്ള പരുന്തുംപാറയുടെ മെയിൻ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ചെന്നത് അവിടെ വീണ്ടും ഫോഗ് കയറാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ അവിടുത്തെ കടയിൽ നിന്ന് ഓരോ സാധനമൊക്കെ മേടിച്ച് തിന്നുകയാണ്. എല്ലാവരും മേടിച്ച്. ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് ആണ് മേടിച്ചത്.
അതെല്ലാം കഴിച്ച് നിൽക്കുമ്പോഴത്തേക്കായിരുന്നു ഹൈബറിൻ്റെ ട്രാവലർ വന്ന് അവിടെ പാട്ടിട്ട്. പിന്നെ എല്ലാവരും ഭയങ്കര തുള്ളലായിരുന്നു. അതിൻ്റെ ഇടയിൽ പോയി ഞാനും എൻ്റെ കൂട്ടുകാരനും ഒക്കെ തുള്ളിയായിരുന്നു. പക്ഷെ ഞാൻ അത് ഉമ്മയുടെ കൈ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടാണ് പോയത്. ഉമ്മി അതാണെ വീഡിയോ എടുത്തില്ല. എന്ത് ചെയ്യാനാ. തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വരിയിലാണെങ്കിൽ വലിയ ഫോഗൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്ന വരിയിൽ കുട്ടിക്കാനത്തുനിന്ന് നല്ല ചൂട് ദോശ കഴിക്കാൻ കയറിയേക്കുവാണ്. ദോശയും കൂടെ കഴിച്ചിട്ട് പിന്നെ വേറെ എവിടെയും നിർത്തിയില്ല, നേരെ വീട്ടിലേക്ക്. ഇന്നത്തെ ഈ മിനി ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല പോക്കും കാഴ്ചകളും ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ കൃത്യം 12 PM ആയിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇനി ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.